ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ദിനചന്ദ്രൻ. അപ്പോൾ ഈ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം ഞാനും അച്ഛനും കൊല്ലത്തേക്ക് പോവുകയാണ്. കൊല്ലം എപ്പോഴും ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നല്ല, എൻ്റെ ഫാമിലിക്ക് മൊത്തത്തിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ബിക്കോസ് ഞാൻ ജനിച്ചതും ഞാൻ വളർന്നതും അവിടെയാണ്. കുറച്ച് നാളേ ആയുള്ളൂ നമ്മൾ ആലപ്പുഴയിലോട്ട് വന്നിട്ട്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഭയങ്കര മിസ്സിംഗ് ആണ് കൊല്ലം. അതുപോലെ എൻ്റെ അച്ഛനാണെങ്കിലും അച്ഛൻ്റെ കരിയറിലാണെങ്കിലും എൻ്റെ അമ്മയുടെ ആണെങ്കിലും രണ്ടു പേർക്കും ഒരുപാട് മെമ്മറീസ് ഉള്ളതും നമുക്ക് ഒരുപാട് കണക്ഷൻസ് ഉള്ളൊരു സ്ഥലവുമാണ് കൊല്ലം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ രാവിലെ ട്രെയിനിനാണ് പോകുന്നത്. ചേർത്തലയിൽ നിന്ന് ഇൻ്റർസിറ്റിയിലാണ് കേട്ടോ പോകുന്നത്, ഗുരുവായൂർ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. ഇന്ന് പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാനും അച്ഛനും കൊല്ലത്തെത്തി. അപ്പോൾ അച്ഛൻ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ കൊല്ലം കാണുന്നത്. ഞാൻ ഇടയ്ക്കെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര കുറേ ചേഞ്ചസ് ഒക്കെ വന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ നോക്കുമായിരുന്നു എന്ത് വ്യത്യാസമല്ലേ എന്ന്. ഞാൻ എൻ്റെ കുഞ്ഞിലെ ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ കുറഞ്ഞൊരു 5 ദിവസമെങ്കിലും നമ്മൾ ഈ ചിന്നക്കട ഏരിയയിൽ വരുമായിരുന്നു കേട്ടോ. കാരണം അച്ഛൻ വർക്ക് ചെയ്യുന്നത് ഈ ചിന്നക്കട ഏരിയയിലായിരുന്നു. നമ്മൾ പണ്ട് വരുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, തീരെ തിരക്കില്ല. ഞാൻ ആലോചിച്ച് ഇനി സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടാണോ അല്ല, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ് എന്നാണ് അവിടെയുള്ള ആളുകൾ എല്ലാവരും പറയുന്നത് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് സുപ്രഭാതത്തിൽ കയറാനായിരിക്കും എന്ന്. അല്ല കേട്ടോ, സുപ്രഭാതം ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തൊരു ഹോട്ടലാണ്. കാരണം എന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് എൻ്റെ അമ്മ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോട്ടൽ കാണാം, ശരവണ ഭവൻ എന്ന് പറഞ്ഞിട്ട്. ഉള്ളിലേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ ലെഫ്റ്റ് നോക്കുമ്പോഴേ ഇങ്ങനെ ഒരു കുഞ്ഞു ബോർഡേ കാണുള്ളൂ. പക്ഷേ ക്ലീനസ്റ്റ് ആൻഡ് ഏറ്റവും ടേസ്റ്റിയസ്റ്റ് ഫുഡ്, വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണ്. ഞാൻ എപ്പോൾ കൊല്ലത്ത് വന്നു കഴിഞ്ഞാലും എനിക്ക് ഇവിടുന്ന് കഴിക്കാണ്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്. അതേപോലെ ഇവിടുത്തെ വെള്ളം തന്നെ എന്ത് അടിപൊളി. നമ്മുടെ വീട്ടിലൊക്കെ ഇടുന്ന അത്രയും നല്ല വെള്ളമാണ് കിട്ടുന്നത്. മറ്റേ എന്താ പറയുക, പച്ചവെള്ളം ചേർത്തിട്ടുള്ള ചൂടുവെള്ളമല്ല, അല്ലാതുള്ള വെള്ളമാണ് കേട്ടോ. നമ്മൾ ഗീ റോസ്റ്റ് പറഞ്ഞത്, അച്ഛൻ ഗീ റോസ്റ്റും വടയാണ് പറഞ്ഞത്. ഞാൻ മസാല ദോശയാണ് കേട്ടോ പറഞ്ഞത്. യൂഷ്വലി ഞാൻ അങ്ങനെ മസാല ദോശ കഴിക്കാറില്ല, പക്ഷേ ഇവിടുത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നല്ലതായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഗ്യാസ് ട്രബിളോ പ്രശ്നങ്ങളോ ഒന്നും എനിക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ തോന്നിയിട്ടില്ല. അതുകൊണ്ട് മസാല ദോശ ഞാൻ ഇവിടുന്ന് മാത്രമേ ഇങ്ങനെ കഴിക്കാറുള്ളൂ കേട്ടോ. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയാം. ഞാനത് ഫുള്ള് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അടിപൊളി ഫുഡാണ്. അത് മാത്രമല്ല ഭയങ്കര അഫോർഡബിളുമാണ്. അതുകൊണ്ട് നിങ്ങൾ കൊല്ലത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോട്ടലാണ്. അപ്പം അച്ഛനിങ്ങനെ അച്ഛൻ്റെ ഏതെങ്കിലും ഫ്രണ്ട്സിനെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു കോളിൽ ഇങ്ങനെ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് ബിസിയാണ്. പക്ഷേ നമ്മൾ കുറേ നാളിന് ശേഷം വരികയല്ലേ, അപ്പോൾ അച്ഛനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛനും ഫുള്ള് കഴിച്ചു, ഞാനും ഫുള്ള് കഴിച്ചു. അതിന് ശേഷം എനിക്ക് അച്ഛനൊരു സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് ഞാൻ ഒരു പാൻസും അതേപോലെ ഒരു ഷർട്ടും വാങ്ങിക്കൊടുത്തു. കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ഓണത്തിന് ഞാൻ ഇതേപോലെ ഒരു ഷോപ്പിൽ കൊണ്ട് കയറ്റിയിട്ട് ആൾ തുണി എടുക്കാതെ ഇറങ്ങി. എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയപ്പോൾ തൊട്ട് വീട്ടിലെ കുറേ കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 90% ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പേരൻസിന് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കൂട്ടത്തിൽ എനിക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ചിന്നക്കടയിൽ കൂടെ നടന്ന് എൻ്റെ പ്രൊജക്റ്റും ഒക്കെ കാര്യങ്ങൾ കൊടുത്തു. തിരിച്ച് ഞങ്ങൾ വന്നിട്ട് RP മോളിൽ മലബാർ ഗോൾഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഒരു സിൽവർ റിങ് വാങ്ങി കേട്ടോ. എനിക്ക് സിൽവർ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ചങ്കി റിങ്സ്. എൻ്റെ വിരൽ കുറച്ച് വണ്ണിച്ചിട്ടാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് പിന്നെ തിരിച്ച് നമ്മൾ ബസ് കയറി രാവിലെ പോയി പ്രൊജക്റ്റ് കൊടുത്തു. രാവിലെ അല്ല, ഒരു 11:30 ആയപ്പോൾ തന്നെ നമ്മൾ തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് അതിഥിയുണ്ട്. നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആളെ കുഞ്ഞ് ഒരു പൂച്ചക്കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവൾ എങ്ങനെയായിരിക്കും വീട്ടിലെന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്താ പറയുക, തിരിച്ച് ചെന്ന് അവളെ കാണാനായിട്ട്. എനിക്ക് അവൾ ഇട്ടിട്ട് പോകുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൾ എങ്ങനെ ഇരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും. ഫുഡ് കഴിച്ചോ എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല. ഇവളെ കൊണ്ടുവന്നിട്ട് 2 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇവക്ക് ഞങ്ങളില്ലാത്തതുകൊണ്ട് ഇവക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചില്ല, ഭയങ്കര സങ്കടമായിരുന്നു എന്ന്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പരുവത്തിൽ അവൾ കഴിക്കത്തില്ല. കുഞ്ഞ് എൻ്റെ അടുത്തും അച്ഛൻ്റെ അടുത്തുമാണ് ഏറ്റവും അറ്റാച്ച്ഡും അതേപോലെ ഏറ്റവും കംഫർട്ടബിൾ. 2 ദിവസം കൊണ്ട് ഒരു പൂച്ചക്കുഞ്ഞ് ഇത്ര അടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ. പക്ഷേ അവൾ ഞങ്ങളില്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും അവളുടെ അവസ്ഥ എന്നുള്ളത് വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായ. വയറൊക്കെ ഒട്ടിയിട്ട് ഭയങ്കര സങ്കടം തോന്നി. ആൻഡ് ഓൾസോ അവൾക്ക് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചേർന്നിരിക്കാനും ആ ഒരു എന്താ പറയുക, ഒരു പാമ്പറിങ് കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് അവൾ ക്രേവ് ചെയ്ത പോലെ തോന്നുന്നത്. എന്നെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോഴേ അവൾ ഉറങ്ങാനായിട്ട് നോക്കുമായിരുന്നു. അവൾക്ക് ഭയങ്കര ഒരു സമാധാനം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ.
പാപ്പ തിന്നില്ല എന്നനാ ഈ പാപ്പ തിന്നണേടി അയ്യോ ഒന്നല്ലേടി ഒന്നല്ലേ കുഞ്ഞി ഉറങ്ങല്ലേ അവൾ എന്നെ കണ്ടതോളെ കണ്ണടഞ്ഞടഞ്ഞു പോന്നു കുഞ്ഞി പെണ്ണെ എന്റെ പൊന്നെ പാല് കുടിച്ചോട്ടോ. അമ്മയുടെ പാല് കുടിക്കാനല്ലാണ്ട് സ്വന്തമായിട്ട് അവൾക്കൊരു പാത്രത്തിൽ നിന്ന് പാല് കുടിക്കാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഫില്ലറിലാണ് കൊടുക്കുന്നത് കേട്ടോ. കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ അങ്ങനെ പിടിച്ചാലേ പൂച്ചക്കുഞ്ഞുങ്ങൾ ഇരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ട് പാല് കൊടുക്കുന്നത്. കഷ്ടം, ഞാൻ കൊടുത്താലേ കുടിക്കുകയുള്ളൂ കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ ഇവിടെ വരുന്ന 2 കുഞ്ഞു പിള്ളേരുണ്ട്, കേശുവും അതേപോലെ കിച്ചപ്പനും. അവർ രണ്ടുപേരും വന്നിട്ട് പാല് കൊടുക്കാൻ നോക്കിയിട്ട് ഒന്നും ഇവള് കുടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ നന്നായിട്ട് പാല് കുടിക്കുന്നുണ്ടായിരുന്നു. തളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, വയറൊക്കെ ഒട്ടിയിട്ട് സങ്കടം വന്നത്. കുറച്ച് മണിക്കൂർ നമ്മൾ രാവിലെ 6 മണിക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. 4-4:05 എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്ര നേരം കൊണ്ട് രാവിലെ പാലൊക്കെ കൊടുത്ത് വയറൊക്കെ നിറച്ചിട്ടാണ് പോയെന്നുണ്ടെങ്കിലും ആൾ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അവൾക്ക് ക്ഷീണമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഇവളെ ഒരു പൂച്ചക്കുഞ്ഞിനെ കാട്ടി നമ്മളൊരു കുഞ്ഞിനെ പോലെ നോക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ക്യാറ്റ് പേഴ്സൺ അല്ലായിരുന്നു കേട്ടോ. പെട്ടെന്നൊരു ദിവസം ഞാൻ എറണാകുളത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ് വീട്ടിലൊരു കുഞ്ഞ് പൂച്ചക്കുഞ്ഞ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തീരെ പൊടി കുഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അല്ല, കുറച്ച് വലിയൊരു പൂച്ചയായിരുന്നു. പക്ഷെ അവൾ എല്ലാവരോടും ഭയങ്കര ഇണങ്ങി ഭയങ്കര സ്നേഹമായിട്ട് തീരെ നമ്മൾ ഉപദ്രവിക്കാത്ത രീതിയിൽ അങ്ങനെയുള്ളൊരു ഭയങ്കര സ്നേഹമുള്ളൊരു പൂച്ചക്കുഞ്ഞായിരുന്നു. വിളിച്ചാൽ ഉടനെ വരും, നമ്മൾ എവിടെ ഇരുന്നാലും നമ്മുടെ അടുത്ത് വന്നിരിക്കും. അങ്ങനത്തെ നല്ലൊരു പൂച്ചക്കുഞ്ഞായിരുന്നു. എന്ത് ചെയ്താലും ഒന്നും പറയില്ല. ഞാൻ ഇവളെ കണ്ട ദിവസം തന്നെ ഇവളെ ഞാൻ എടുക്കുകയും അടുത്ത ദിവസം ഇവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ആ പൂച്ചക്കുഞ്ഞ് ഒരു എന്താ പറയുക കുരുത്തക്കേടോ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡെയിലി എൻ്റെ ലൈഫിൽ എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു പാർട്ടായി മാറിയിട്ടുള്ള ഒരാളായിരുന്നു ആ പൂച്ച. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ റോഡിൽ പോയി കിടന്നതായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് റോഡിൽ പോയി ഇങ്ങനെ വെയിൽ കൊള്ളാൻ കിടന്ന സമയത്ത് ഒരു കാറ് വന്നിടിച്ച് അവൾ മരിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതൊരു സെപ്റ്റംബർ 24th നടന്നത് ഈ കൊല്ലം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിലെ ഭയങ്കര ഹാപ്പിയസ്റ്റ് പാർട്ടായിരുന്നു ആ കുഞ്ഞി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൾ ആ കാർ ഇടിച്ച് കഴിഞ്ഞ് നേരെ ഓടി വന്നിട്ട് ഹൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ കണ്ടു. അച്ഛൻ പോയി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് കരയുന്നൊന്നുമില്ല. ഇവൾ ഓക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രിട്ടൻഡ് ചെയ്യുക. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിലേക്ക് ഞാൻ ഇങ്ങനെ കൈ കുറച്ച് ദൂരെ വെച്ച് കൊടുത്തു. ഇവൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ, ഇനി കാലോ വല്ലോ ഒടിഞ്ഞാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഇവൾ അവിടെ നിന്ന് ഇഴഞ്ഞു വന്ന് എൻ്റെ കയ്യിൽ കൊണ്ടിങ്ങനെ തല ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം നോക്കിയപ്പോൾ വായി നിന്നൊക്കെ ഇങ്ങനെ നൊരയും പതയും വരാൻ തുടങ്ങി. ബ്ലഡ് വൊമിറ്റ് ചെയ്ത് എൻ്റെ കയ്യിൽ കിടന്നിട്ടാണ് അവൾ മരിച്ചത്. അപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നായിരുന്നില്ല. കാരണം എനിക്ക് അത്രയും ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. ആരും ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ഒരു പൂച്ചക്കുഞ്ഞായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. ഞാൻ അത്രത്തോളം വിഷമിച്ചു. കാരണം ഒരു 1-2 ആഴ്ച എൻ്റെ പൊന്നും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കണ്ടിട്ടാണ് പിന്നെ പെറ്റ്സ് വേണ്ടാന്ന് അമ്മ പറഞ്ഞു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു ഒരു പൂച്ചക്കുഞ്ഞിനെ. അങ്ങനെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇവളെ. അച്ഛനും ഞാനും കൂടെ പോയിട്ടാണ് കേട്ടോ ഇവളെ എടുത്തുകൊണ്ട് വന്നത്. ഈ കൂടെ ഇരിക്കുന്ന ആളാണ് കേട്ടോ കിച്ചപ്പൻ. അവനാണ് ഇടയ്ക്ക് വന്നിട്ട് ഇവർക്ക് ഫുഡ് കൊടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളെ കണ്ടപ്പോഴൊന്ന് സമാധാനമായത്. ഇവള് തന്നെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന ദിവസം, അത് 2 ദിവസം മുന്നേ ഒന്നും ഇവള് നന്നായിട്ട് കഴിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. കഴിക്കാൻ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രെഡ് ഇങ്ങനെ പാല് സോക്ക് ചെയ്തൊക്കെ ആയിരുന്നു എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പാലും ഒക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം ചെറുതായിട്ട് എന്താ പറയുക ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവള് ഭയങ്കര കാമായിട്ടിരിക്കുന്നത് അറിയാമോ. എൻ്റെ അച്ഛൻ്റെ നടുക്കായിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷവും എന്നിട്ട് ഭയങ്കര കാമായിട്ട് ആളിങ്ങനെ സമാധാനത്തിലിങ്ങനെ ഉറക്കമൊക്കെ വന്ന് അങ്ങനെ ഇരിക്കുക. പിന്നെ കുഞ്ഞി എന്താ പറയുക പെട്ടെന്ന് ഉറങ്ങും എൻ്റെ അടുത്ത്. എനിക്കൊരു പ്രത്യേക കഴിവാണിത്. എൻ്റെ ചുറ്റിനുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നതിനെ കുറച്ച് നേരം കഴിയുമ്പോൾ സുഖമായിട്ട് ഉറങ്ങും. നല്ല സ്ലീപ്പ് കിട്ടുമെന്ന് എല്ലാവരും പറയാറുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു വ്ളോഗ് ഏറ്റവും കൂടുതൽ കൊണ്ടുപോയത് കുഞ്ഞിയാന്ന് തോന്നുന്നല്ലേ. കാരണം അവളാണിപ്പോൾ നമ്മുടെ ലൈഫിലെ മേജർ പാർട്ട്. അച്ഛൻ പൂച്ചയ്ക്ക് കളിപ്പാട്ടം മേടിക്കാൻ പോയി. എനിക്ക് ഉത്സവപ്പറമ്പിൽ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ, കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഒരു ബലൂൺ 10 രൂപയുടെ മേടിച്ചിരുന്ന് വെച്ചപ്പോൾ വാങ്ങിച്ചു തരത്തില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് അതിന് പോയി പാവ വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. എന്നെക്കാട്ടിയും വലുതിപ്പോൾ പാവളാ. എനിക്ക് വിഷമമില്ല, എന്നാലും ചെറിയൊരു സങ്കടം. പക്ഷെ അവൾ എൻ്റെ കുഞ്ഞാ. ഇന്ന് ആ കൊല്ലത്ത് കൊണ്ടിട്ടൊരു നാരങ്ങാ വെള്ളം പോലും എനിക്ക് വാങ്ങിച്ചു തരാത്ത മനുഷ്യൻ. ഞാൻ എന്തൊക്കെ ചെയ്തു, ഒരു കളിപ്പാട്ടം എനിക്ക് വാങ്ങിച്ചോ തന്തേ നിങ്ങൾ. അങ്ങനെ കുഞ്ഞിക്കുള്ള കളിപ്പാട്ടമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞി ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ. അവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ദിവസമല്ല, ഇതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഇത് വെച്ചിട്ട് കളിക്കുന്ന കളിയാണ്. ഇവളത് എല്ലാവരെയും കൊണ്ട് കാണിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരെയും കളിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു.
ആഹാരവും കഴിക്കുന്നില്ല. ഞങ്ങളുടെ പിന്നെ ശബ്ദം നമ്മളാരും വെളിയിൽ കേട്ടപ്പോഴേ കിടന്നിട്ടില്ലേ? കരച്ചിലും തുടങ്ങിയില്ല. കരച്ചിലുമില്ല, ഒന്നുമില്ല. അന്നേരം എനിക്കത് പോകുന്നില്ല. കേശു പറയാ സാറിനെയും അരിച്ചേച്ചിയും കാണാൻ താന്തി അമ്മൂമ്മ വിഷമിക്കണ്ട. ഇവിടെ വന്ന് 3-4 വട്ടം വന്നാ കൊച്ചുങ്ങൾ കഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. കുഞ്ഞ് പിന്നെ നൈറ്റ് നമ്മൾ കുറച്ച് നേരം കളിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മുറ്റത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഈ ടയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛൻ്റെ ഈ വണ്ടിയുടെ ടയറിൽ കയറി ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിക്കും. അത് കണ്ടിട്ട് പിന്നെ അച്ഛൻ കുറച്ച് നേരം എടുത്ത് ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലോക മൂവി കണ്ടു, മന്തി ഓർഡർ ചെയ്തു. നമ്മൾ വെളിയിൽ പോയിട്ട് വന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ട് നമ്മൾ സുഖമായിട്ട് എല്ലാവരും പിന്നെ പോയി കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.